ഹലോ. അപ്പോൾ ഞങ്ങൾ പുതിയ വർക്കിനായിട്ട് തിരുവനന്തപുരത്തേക്ക് പോവാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ ഫാമിലി ഉണ്ട്. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഫാമിലി ആയിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പാണ്. അപ്പോൾ ഓക്കെ. മക്കളുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ട്രെയിനിലൊന്ന് യാത്ര ചെയ്യുക. അപ്പോൾ കുറേ കാലമായിട്ട് എന്നോട് ഇങ്ങനെ പറയുന്നത്, അച്ഛാ ഞങ്ങളും പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് തിരുവനന്തപുരം മുമ്പ് പണിയെടുത്തൊരു വർക്കിൻ്റെ പെയിൻറ്റിങ് ഉണ്ട്. ഒരു 3-4 ദിവസത്തെ പെയിൻറ്റിങ്ങേ ഉള്ളൂ. എന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് അവരെയും കൂട്ടി. മോളെ സ്കൂൾ 2-3 ദിവസത്തെയൊക്കെ ലീവ് ആയിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഈ യാത്രയ്ക്ക് പോകുന്നത്. ആയിഷ ഇവിടെ നിൽക്കുന്നത് എന്താ വെച്ചാൽ, ആ ലേസ് കണ്ടിട്ടാണ്. അത് കിട്ടിയാലേ നമുക്ക് സമാധാനമാണ്. അപ്പോൾ അത് വാങ്ങിക്കൊടുത്താൽ നമ്മൾ ഓക്കെ. പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കുറേ സമയം ഇരുന്ന് കുറച്ച് നേരത്തെ ഞങ്ങൾ എത്തി റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പോൾ ട്രെയിന് വരുമ്പോൾ ഒക്കെ ഉള്ള മക്കളെ സന്തോഷം പറഞ്ഞറിയിക്കേണ്ട. മക്കൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ട്രെയിനിൽ ട്രെയിനൊക്കെ കാണുന്നത്. ഞങ്ങൾക്ക് അവിടെ റൂം പറഞ്ഞത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയമില്ലേ, അവിടെ ആണ് ഞങ്ങൾക്ക് റൂം പറഞ്ഞത്. അവിടുത്തെ ഒരു സാറ് ബ്രദറിൻ്റെ വർക്കിന് ഞങ്ങൾ പോയത്. അന്നപ്പോൾ സാറ് പറഞ്ഞു, സാറ് ഓഫീസിൻ്റെ അടുത്ത് തന്നെ റൂമുണ്ട്, അവിടെ താമസിക്കാനാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം അവിടെ താമസിച്ചപ്പോൾ പിന്നെ ഈ മക്കൾക്ക് ആ റൂമിൽ തന്നെ നിൽക്കണം, പുറത്ത് പോകാനും പറ്റില്ല. എനിക്കാണെങ്കിൽ അവിടെ നിന്ന് വർക്കിന് പോലും വണ്ടിയൊക്കെ തരും. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് വർക്കിന് വന്നിട്ട് തിരിച്ച് വൈകുന്നേരം പോകണം. ഒരു 8 കിലോമീറ്റർ ഉണ്ട് വർക്ക് സൈറ്റിലേക്ക് പോകാൻ. അപ്പോൾ പിന്നെ പുറത്തൊക്കെ വലിയ വലിയ ഹോട്ടലുകളാണ്. ഫുഡ് കഴിക്കാനൊക്കെ പോയാൽ ഒരു വൺ ഡേ ഒക്കെ ഒരു 1000 രൂപയാണ് പുറത്ത് കഴിയുന്ന ഒരു സംശയമല്ല ഫുഡിനൊക്കെ. അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ അടിപൊളിയാണ്, റൂമൊക്കെ AC ആണ്, ഒക്കെ സെറ്റപ്പാണ്. പക്ഷേ ഞങ്ങൾ അവിടെ എത്തി സാറോട് പറഞ്ഞ, സാറേ ഞങ്ങൾക്ക് ഇവിടെ ശരിയാവില്ല. അപ്പോൾ സാറ് ഞങ്ങൾക്ക് വർക്ക് സൈറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു വീട് സെറ്റപ്പ് ചെയ്താണ്. ഞങ്ങൾ അവിടേക്ക് മാറി. ഇപ്പോൾ അടിപൊളിയാണ്. എന്തായാലും ഓക്കെ, സന്തോഷം, താങ്ക് യു.